എന്നാ കഴിക്ക്. വേണ്ട. കഴിക്ക്. കഴിക്ക്. വേണ്ട. കുഞ്ഞല്ലേ പറയുന്നേ? വേണ്ട. കാക്ക കാക്ക കാക്ക. എനിക്ക് വേണ്ട. ഞാൻ കൊക്കെ കണ്ടായിരുന്നു. കൊറേ ദിവസം ഞാൻ കണ്ടായിരുന്നു. കല്ലുമോള് കഴിച്ചില്ലെങ്കിൽ എന്നെ അമ്മയാ വഴക്ക് പറയുന്നത്. എന്നാ കഴിക്ക്. ഇനി അമ്മ വാഴ്ത്ത. ഇനി ഞാൻ വാഴ്ത്തില്ല. കഥ പറയാനോ? എനിക്കില്ലേ ഒരു ആനയുടെ കഥ. ആനയുടെ കഥയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് പണ്ട് ഒരു മുത്തശ്ശിയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് പായസം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ കഥയില് എപ്പോഴും കുഞ്ഞു പറയുന്ന എനിക്കിതല്ലാതെ വേറെ കഥ അറിഞ്ഞൂടാ. ഇത് കഴിഞ്ഞു കുഞ്ഞെ ഞാൻ മറ്റേ കൈപ്പട വാങ്ങുന്നുണ്ട്. നമുക്ക് 2 രൂപ കളിക്കാം. അത് ശരി, രണ്ടുപേരും കൂടെ കഥ പറഞ്ഞോണ്ടിരിക്കണോ? ഇങ്ങോട്ട് വരാൻ വാരിത്തരാം. വേണ്ട, ഞാൻ ഇവൾക്ക് കൊടുത്തോളാം. ഹലോ, ഒരു 2 വായെങ്കിലും. കഴിച്ചല്ലേ? എടേ, നീ ഇവിടെ ഇരിക്കണോ? എന്തു പറ്റി? നമുക്കൊന്ന് എടപ്പള്ളി വരെ പോയാലോ? അവിടെ എന്താ? എടാ, എൻ്റെ ഒരു ഫ്രണ്ടേ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങി. അപ്പൊ എന്നോട് അങ്ങോട്ടൊന്ന് പോകാൻ പറഞ്ഞു. അതിനിപ്പോ ഞാൻ പോവാലോ. ഇവിടെ പോണ്ട. ഇപ്പൊ പോവാം. ഇപ്പഴാ? ഞങ്ങളും വരും. മമ്മായി, രണ്ടുപേരും നമുക്ക് നേരെ തിരിഞ്ഞല്ലോ. കൊണ്ടുവരുന്നല്ലേ, പക്ഷെ മഴ വരണം. ശരിയാട്ടോ, മഴ തന്നെയാണല്ലേ. രണ്ടുപേർക്കും പിന്നെ പനിയും തുമ്മലും ജലദോഷം ഒക്കെയാണ്. അതുകൊണ്ടേ നമുക്ക് ഇന്ന് പോണ്ട, നാളെ പോവാം. ഓക്കേ, നാളെ പോവാം. ആഹാ, ഇവിടെ നിൽക്കണം രണ്ടുപേരും. എന്തൊക്കെയോ പുതിയ കറികളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് 2 കറി ഉണ്ടാവോ? അമ്മായും ചേച്ചിയും എടപ്പള്ളിക്ക് പോന്നു. എടപ്പള്ളിയില്ല? അതെന്തിന്? പക്ഷെ ഇന്ന് പോണില്ല, ഇന്ന് മഴയല്ലേ. നമ്മൾ നാളെ പോവും. എവിടെ പോണ്? എടപ്പള്ളി. എൻ്റെ ഒരു ഫ്രണ്ടേ അവിടെ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങി. അപ്പൊ അത് അങ്ങോട്ട് പോകണം. അപ്പൊ പോകുമ്പോഴേ കൊച്ചിനെ കൂടി ബാക്കില് പൊക്കിട്ട് പൊയ്ക്കോ. അതൊക്കെ റിസ്ക് ആണ്. ചുമ്മാ മറ്റേ ബാഗൊക്കെ ഇട്ടിട്ട്. മറ്റേ ബാഗ് ഉണ്ടല്ലോ. അല്ല, രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിച്ചോണ്ടിരിക്കുക. വാരി കൊടുക്കാണോ? സത്യം പറഞ്ഞാൽ നമുക്കൊരു വണ്ടിയുടെ കുറവുണ്ടല്ലേ? സത്യം, നമുക്കൊരു വണ്ടി എടുത്താലോ? അളിയൻ വരട്ടെ, ആലോചിക്കാം. അളിയനോട് ആലോചിച്ചാ നടന്നു തന്നെ. അപ്പൊ അച്ഛൻ അറിയാതെ വണ്ടി എടുക്കാനാ പ്ലാൻ? അതായിരിക്കും നല്ലത്. അറിയാതെ എന്തെങ്കിലും ചെയ്തു നോക്ക്, അപ്പൊ അറിയാം. എല്ലാത്തിനും കുറ്റമായിരിക്കും. ചേടാ, ഇതിപ്പോ അച്ഛൻ കാരണം കുറുകെ നടക്കാനും പറ്റുന്നില്ല, നേരെ നടക്കാനും പറ്റുന്നില്ലല്ലോ. അളിയനോട് പറയാതെ വണ്ടി അങ്ങനെ മേടിച്ചാലേ ചിലപ്പോ വണ്ടിയിൽ കയറാതെ വരെ ഇരിക്കും. അതൊക്കെ ഇരിക്കും. കേശു അറിയരുത് തൊട്ടോ ഒന്നും. കുട്ടിമാമ, നമുക്ക് എവിടെന്നെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒപ്പിക്കണം. നോക്കട്ടെ മോളെ, പക്ഷേ നിങ്ങളും കൂടെ സഹായിക്കണം. ഫിനാൻഷ്യലി ഞാനിപ്പോ കുറച്ച് ടൈറ്റ് ആണ്, പക്ഷെ കുഴപ്പമില്ല, ഷെയർ ഇടാം. അത്